പടക്കം പൊട്ടിക്കൽ ധനം നശിപ്പിക്കലാണെന്നും അത് ഹറാമാണെന്നും പല പണ്ഡിതന്മാരും പറയുന്നു. അല്ല എന്ന് വേറെ ചിലരും പറയുന്നു. ആഘോഷവേളകളിലും മറ്റും പടക്കം പൊട്ടിക്കുന്നത് പുണ്യമാണെന്നും മറ്റും വേറെ ചിലരും പറയുന്നു. ഇതിന്റെ യഥാർത്ഥ ഫിഖ്ഹ് എന്താണ്? ആഘോഷവേളകളിലും മറ്റും പടക്കം പൊട്ടിക്കുന്നത് പുണ്യമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പുണ്യം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പുണ്യം എന്ന് പറഞ്ഞാൽ സുന്നത്ത്, അത് ചെയ്താൽ കൂലി ലഭിക്കും, ശറഅ് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ പടക്കം പൊട്ടിക്കുന്നത് ഒരു പുണ്യമാണ്, പ്രത്യേകം കൂലി ലഭിക്കുന്ന കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഫുഖഹാ ഒരു പുണ്യം പഠിപ്പിച്ചിട്ടും ഇല്ല. പിന്നെ അത് അനുവദനീയമാണോ ഹറാമാണോ എന്നതാണ് ചർച്ച ചെയ്യാനുള്ളത്. ചില സന്ദർഭത്തിൽ അത് ഹറാമായിത്തീരും, ചില സന്ദർഭത്തിൽ അത് ഹറാമാകുന്നതല്ല. പടക്കം പൊട്ടിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം വരുന്നുവെങ്കിൽ, ഉദാഹരണമായി പടക്കം പൊട്ടിക്കുമ്പോൾ അടുത്ത വീട്ടിലെ പ്രായം ചെന്ന ആളുകൾ, രോഗികൾ, ചെറിയ കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം ഇതിന്റെ വലിയ ശബ്ദം കേട്ട് പ്രയാസവും ബുദ്ധിമുട്ടും വരുന്നുവെങ്കിൽ മറ്റൊരു വിശ്വാസിയെ, മറ്റൊരു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഹറാമായി തീരുന്നതാണ്. ഇനി അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഒരു പ്രശ്നവും ആർക്കും വരുന്നില്ല, ആ രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും പൊട്ടാസ് പോലെയുള്ള എന്തെങ്കിലും പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂത്തിരി കത്തിക്കുന്നതോ അത് നിരുപാധികം ഹറാമാണ് എന്ന് തീർത്തു പറയാനും പറ്റില്ല. ആ രീതിയിലാകുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂത്തിരി കത്തിക്കുന്നതും ചെറുത് എന്തെങ്കിലും പൊട്ടിക്കുന്നതും ഹറാമല്ല. എങ്കിലും അത് വലിയ പുണ്യമായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അല്ല, എങ്കിലും അത് ഹറാമുമില്ല. അപ്പോൾ മുതൽ നഷ്ടപ്പെടുന്നുവല്ലോ. ഇളാഅത്തുൽ മാൽ ഹറാം എന്ന് പറയുന്നത് ഒരുവിധ നേട്ടവും അതുകൊണ്ട് ഒരു സന്തോഷവും അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സുഖവും ഇല്ലെങ്കിൽ, ഉദാഹരണം പണം, പൈസ വെറുതെ അത് കഷ്ണമാക്കി നശിപ്പിക്കുന്നു, അല്ല തീ കൊടുത്ത് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലിട്ട് നശിപ്പിക്കുന്നു, അങ്ങനെ ഒരു ഉപകാരവും നേട്ടവുമില്ലാതെ പണം തീർക്കുമ്പോഴാണ് ഹറാമായ ഇളാഅത്തുൽ മാൽ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് കുട്ടികൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ കത്തുന്നത് കണ്ടോ അല്ലെ ചെറിയ ശബ്ദം കേട്ടുകൊണ്ടോ അതിന്റെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ച് ഹറാം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതൊരു പുണ്യമാണ്, ഇബാദത്താണ്, സുഹൃതമാണ് എന്നും നേരെ പറയാൻ പറ്റൂല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതും പ്രത്യേകം അതൊരു പുണ്യമല്ല, പ്രത്യേകം ഒരു ഇബാദത്തല്ല, ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെടേണ്ടതും അല്ല. പിന്നെ ചിലപ്പോൾ അത് അനുവദനീയമായി തീരും, ചിലപ്പോൾ അത് ഹറാമായി തീരും. മറ്റുള്ളവർക്ക് അതിന്റെ ശബ്ദം കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന സാഹചര്യത്തിൽ ഹറാമാണ്. അത്തരം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അത് അനുവദനീയമാണ്. ഹറാമായി ഇളാഅത്തുൽ മാലാണ് എന്ന് പറഞ്ഞ് നിരുപാധികം ഹറാമാണ് എന്ന് പറയുന്നതും ശരിയല്ല. ഇതാണ് അതിന്റെ